ഹായ് കൂട്ടുകാരെ, ഞങ്ങൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ കറിയാണ്. ചെമ്മീൻ ഫ്രൈ. അത് ഒരു വെറൈറ്റി രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു തവയിൽ കുറച്ച് ഓനിയൻ കട്ട് ചെയ്തിട്ടിട്ട് ഈ ഓനിയൻ ഒന്ന് ചൂടാക്കണം. ചെറുതായിട്ട് ചൂടാക്കി ഒന്ന് ഇതിൻ്റെ വെള്ളം ഒന്ന് ഇച്ചിരി ഒന്ന് വാടി വരണം. വാടി വരുമ്പോഴേക്കും നമ്മൾ എണ്ണ ഒഴിക്കും. അതിലേക്ക് എണ്ണ ഒഴിക്കുന്നു. വീണ്ടും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചത് അതിലേക്ക് ഇടുന്നു. കറിവേപ്പില ഇടുന്നു. പച്ചമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് കളറൊന്ന് ചേഞ്ചായി വരണം. എണ്ണയിടത്ത് അത് വറുത്ത് വരണം. അതിലേക്ക് ഉപ്പ് കുറച്ചിടണം. ഇതുപോലെ ഫ്രൈ ആയി വരുമ്പോഴേക്കും തക്കാളി കട്ട് ചെയ്ത് ഇടണം. ഇതെല്ലാം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അത് ഒന്ന് മൂടി വെക്കണം. കുറച്ച് നേരത്തേക്ക് ആവിയിലൊന്ന് വേകണം. ഇത് മൂടി വെച്ചു. ഇനി അതൊരു കുറച്ച് നേരത്തേക്ക് അത് ഒന്ന് വേവണം. ഇനി അത് തുറന്നിട്ട് മൂടി മാറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വാളംപുളി നമ്മൾ വെള്ളമാക്കിയതാണ്, മിക്സ് ചെയ്തതാണ്. ആ വെള്ളം അരിച്ചെടുക്കുകയാണ്. അതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇനി കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി കുറച്ച്. ഇതൊന്നും കണക്കാരും ഒന്നും ചോദിക്കരുത്, കണക്കെനിക്ക് പണ്ടേ അറിയത്തില്ല. മഞ്ഞൾപ്പൊടി, കുറച്ച് പെരുംജീരകപ്പൊടി, ഒരു നുള്ള് പെരുംജീരകപ്പൊടി. ഇതെല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് തിളയ്ക്കാൻ മാറ്റി വയ്ക്കണം. ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് ഒന്നുകൂടി മൂടി വെച്ച് വേവിക്കണം. വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് ബോയിലാവണം, അതുവരെ വേവിക്കണം. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. അത് ഈ വാഴയിലടകത്ത് ഇങ്ങനെ കുമ്പിൾ കുത്തി വെച്ചിട്ട് അത് ആവിയിൽ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു കറിയാണിത്. എൻ്റെ മാത്രം പ്രത്യേകതരം ഒരു കറിയാണ്. നിങ്ങളെല്ലാവരും വെച്ചിത് ഇതുണ്ടാക്കി നോക്കണം. എല്ലാവരും ഇതുണ്ടാക്കി കഴിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണിത്. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചെമ്മീൻ, അതിനകത്ത് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അരമണിക്കൂർ മുമ്പേ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി അതിൻ്റെ മൂടി മാറ്റി ഒന്നും കൂടി നല്ലപോലെ ഇളക്കി ഇനി അതിലേക്ക് കായപ്പൊടി അല്ലല്ലോ, പെരുംജീരകപ്പൊടി ചേർക്കും. എന്തുപൊടി അത് പൊടി? ഉലുവാപ്പൊടി. കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ചേർക്കണം. ഇതിൽ ഇച്ചിരി മതിയേ, ഒരുപാട് അത് മതി. അത് ഉലുവാപ്പൊടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി മല്ലിയിലയും കൂടി ചേർക്കണം അതിൽ. ഇതൊക്കെ ലാസ്റ്റ് ചേർക്കാവുള്ളേ, അല്ലെങ്കിൽ കറിക്ക് ഇച്ചിരി കയ്പ്പ് വരും. കായപ്പൊടി എന്താ പറയുന്നത്, ഉലുവാപ്പൊടി നേരത്തെ ചേർത്താൽ ലാസ്റ്റ് ചേർക്കാവുള്ളൂ. ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം
ഇനി ഇതൊരു വാഴയിലയുടെ അകത്തോട്ട് മാറ്റുവേ. ഇനി ഇത് വാഴയിലയ്ക്ക് അകത്തോട്ട് മാറ്റുവാണിത്. ആ മസാലക്കൂട്ട് നേരത്തെ അത് ഫ്രൈ ആക്കി ഇതെല്ലാം കൂടി ഈ വാഴയിലയുടെ അകത്തോട്ട് നിരത്തിയിട്ടിട്ട് അതിൻ്റെ നടുക്കോട്ട് ചെമ്മീൻ വയ്ക്കും. നമ്മൾ ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനില്ലേ, അത് ഇതിന് അകത്തോട്ട് വയ്ക്കും. ചെമ്മീൻ നമ്മൾ വേവിക്കത്തില്ല, ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചത് അതോടെ തന്നെയാണ് ഇങ്ങനെ വെക്കുന്നത്, വേവിക്കൊന്നുമില്ല. ഇനി ഇത് കിഴി കെട്ടി വെച്ച് ആവിയിൽ നമ്മൾ വേവിച്ചെടുക്കുന്നതായത്. അപ്പോൾ അതിലിരുന്ന് ആ ആവിയിലിരുന്ന് വെന്താൽ മാത്രം മതി, അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഇത് വേവിച്ചെടുക്കുകയൊന്നും വേണ്ട. ബാക്കിയുള്ള മസാലകൾ അതിനെ പുറത്തോട്ട് ആക്കി വെച്ച് നിരത്തി വെക്കുക. ഇനി അത് ഇലയുടെ 4 ഭാഗവും കൂടി യോജിപ്പിച്ച് അതൊരു കുമ്പിള് പോലെ കിഴി പോലെ ആക്കുക. എന്നിട്ട് അത് കെട്ടും, കിഴി കെട്ടിയിട്ട്. ഇപ്പൊ ഇത് നമ്മൾ വാഴയില കൊണ്ട് കിഴി കെട്ടി ആ ഇഡ്ഡലി തട്ടിനകത്തോട്ട് വെള്ളം ഒഴിച്ച്, ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഒരു തട്ട് വെച്ചിട്ട്, ആ തട്ട് അരിപ്പ പോലല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഈ മസാല വേകുമ്പോൾ താഴോട്ട് ഇറങ്ങിപ്പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു പാത്രം കൂടി അതിലത്ത് ഈ അരിപ്പ പോലെ അല്ലാത്ത സാധാരണ ഒരു പാത്രം എടുത്ത് അതിനകത്ത് വെക്കും. ആ പാത്രത്തിന് മുകളിലേക്കാണ് നമ്മൾ ഈ കിഴി കെട്ടി ഇങ്ങനെ വെക്കുന്നത്. എന്നിട്ട് അത് അടച്ചു വെച്ച് വേവിക്കും. നമ്മുടെ ചെമ്മീൻ കിഴി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കെട്ടൊക്കെ ഒന്ന് അഴിച്ച് മാറ്റിയിട്ട് കിഴിയൊക്കെ ഒന്ന് അഴിച്ചെടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ചെമ്മീൻ കിഴികെട്ടി. കണ്ടോ, ഇതാണ് നമ്മളുടെ ചെമ്മീൻ കിഴികെട്ടി. ഇങ്ങനെ ആകുമ്പോൾ ചെമ്മീനുണ്ടല്ലോ, നമ്മൾ സാധാരണ ചെമ്മീൻ കറി വയ്ക്കുമ്പോൾ ഈ ചെമ്മീനൊക്കെ തീരെ ചെറുതായി പോകത്തില്ലേ വേവിക്കുമ്പോൾ. ഇതിങ്ങനെ ആവിയിൽ കയറ്റിയെടുക്കുമ്പോൾ ചെമ്മീൻ്റെ സൈസ് ആ രീതിക്ക് തന്നെ കിടക്കുകയും ചെയ്യും. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. മസാല ഇതിൽ നല്ലപോലെയൊക്കെ മിക്സ് ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതുപോലെ ഞാൻ ഇന്നാൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയായിരുന്നു. ഞാൻ പല പ്രാവശ്യം ഇതിങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ വേറെ ഒരു കറിയും വേണ്ട, നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ മക്കളെ, ബൈ.